ഹായ് കൂട്ടുകാരെ, എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ ക്രിസ്തുമസ് എക്സാം സീരീസിലേക്ക് ഏവർക്കും 1000 സ്വാഗതം. നമുക്ക് ഇന്ന് ഗണിതത്തിലെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കൂട്ടുകാരെല്ലാവരും തയ്യാറല്ലേ? ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോകൾ എത്തുകയുള്ളൂ. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഗണിതത്തിൽ പ്രധാനമായി വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് മുൻ വർഷത്തെ 2022-23 ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഏകദേശം ഈ രൂപത്തിലുള്ള അതല്ലെങ്കിൽ ഈ പാഠഭാഗങ്ങളിലൂടെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. പ്രവർത്തനം 1 കളിക്കാം ജയിക്കാം എന്നതാണ് ചോദ്യം. നേഹയും ആദിലും സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. നേഹയുടെ കയ്യിലുള്ള കാർഡുകൾക്ക് തുല്യമായ സംഖ്യകൾ ആദിലിൻ്റെ കാർഡുകളിൽ നിന്നും കണ്ടെത്തി ഒഴിഞ്ഞ കളത്തിൽ എഴുതണം. നേഹയുടെ കയ്യിലുള്ള ആദ്യത്തെ കാർഡിൽ 3x5 3 ഗുണിക്കണം 5. നമ്മൾ ഗുണന വസ്തുതകളും ഗുണന പട്ടികകളൊക്കെ പഠിച്ചതാ. 3 ഗുണിക്കണം 5 എത്രയായിരുന്നു? ആദിലിൻ്റെ കയ്യിൽ ഉള്ള കാർഡിൽ ഉണ്ട് 3 ഗുണിക്കണം 5 1 5 5 2 5 10 3 5 15 4 5 20 5 5 25 6 5 30 7 5 35 8 5 40 9 5 45 10 5 50 5ൻ്റെ ഗുണനം രസകരമാം. ഇങ്ങനെ ഗുണനപ്പട്ടികകളൊന്ന് പാടി ഒപ്പനയുടെ ഈണത്തിലോ തിരുവാതിരയുടെ ഈണത്തിലൊക്കെ നിങ്ങൾക്ക് പാടി പഠിക്കാം. എന്നാൽ പെട്ടെന്ന് ഗുണന വസ്തുതകൾ ഓർത്ത് വെക്കാൻ കഴിയും. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3 ഗുണിക്കണം 5 15. 15 ആദിലിൻ്റെ കാർഡുണ്ടല്ലോ, ആ കാർഡിലെ നമ്പർ അങ്ങോട്ട് എടുത്ത് എഴുതാം. ഇനി നമുക്ക് നോക്കാം 10ൻ്റെത്. 10ൻ്റെ വളരെ സിമ്പിളാണ്. 8 ഗുണിക്കണം 10 80. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഏത് സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴും മക്കളൊരു കാര്യം ചെയ്താൽ മതി. ആ സംഖ്യയുടെ വലത് ഭാഗത്ത് ഒരു 0 ചേർത്താൽ മതി. അതേപോലെ 100 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ ഏത് സംഖ്യയാണോ 100 കൊണ്ട് ഗുണിക്കേണ്ടത് ആ സംഖ്യയുടെ വലത് ഭാഗത്ത് 2 0. 1000 കൊണ്ടാണെങ്കിലോ ആ സംഖ്യയുടെ വലതു ഭാഗത്ത് 3 0. 10000 കൊണ്ടാണെങ്കിലോ ആ സംഖ്യയുടെ വലതു ഭാഗത്ത് 4 0. വളരെ സിമ്പിളാണേ. അപ്പം 8 ഗുണിക്കണം 10, 8ൻ്റെ വലതു ഭാഗത്ത് ഒരു 0 ഇട്ടാൽ 80. ആ കാർഡിലെ നമ്പർ എടുത്തെഴുതുക. ഇനി 6 ഗുണിക്കണം 6. 1 6 6 2 6 12 3 6 18 4 6 24 5 6 30 6 6 36 7 6 42 8 6 48 9 6 54 10 6 60. 6ൻ്റെ ഗുണനം രസകരമാം. അപ്പം നമ്മളോട് ചോദിച്ചത് 6 ഗുണിക്കണം 6 36. 36 അവിടേക്ക് എടുത്ത് എഴുതുക. ഇനി നമുക്ക് അടുത്ത കാർഡ് 5 ഗുണിക്കണം 5 5 × 5. നമ്മൾ 5ൽ ഗുണന കാര്യങ്ങൾ ഗുണന പാട്ട് ഞാൻ അവിടെ പാടി. 5 ഗുണിക്കണം 5 25. ഇനി 4 ഗുണിക്കണം 2 വളരെ സിമ്പിളാണ്. 4 ഗുണിക്കണം 2 സമം 8 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 4 ഗുണിക്കണം 2 സമം 8. നിങ്ങൾ ഓരോ ഗുണന വസ്തുതകളും ഈ പാട്ട് രൂപത്തിൽ ഒപ്പനപ്പാട്ടിൻ്റെ രൂപത്തിലോ താളാത്മകമായി പാടി പാടി പഠിച്ചാൽ ഗുണനപ്പട്ടിക പഠിക്കുന്നത് വലിയൊരു
കടമ്പയൊന്നുമല്ല. നമ്മൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്രിയയിലും നമുക്കങ്ങോട്ട് പ്രയോഗിച്ച് സ്റ്റാറാവാൻ കഴിയും. എ ഗ്രേഡ് നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വാങ്ങാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എൻ്റെ മക്കൾ. ഗുണനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിരിക്കും. ഇനി നമുക്ക് ബി, ഇതിലെ ഉപചോദ്യമാണ് ബി. പൂവിൻ്റെ നടുവിലുള്ള സംഖ്യക്ക് തുല്യമായി വരുന്ന ഇതളുകൾക്ക് നിറം കൊടുക്കുക എന്നതാണ്. പൂവിൻ്റെ നടുവിലായുള്ള സംഖ്യ 24. അപ്പോൾ നമ്മൾ ഓരോന്നും നോക്കണം. അവിടെ 7 ഗുണിക്കണം 3 ഉണ്ട്, 6 ഗുണിക്കണം 4 ഉണ്ട്, 3 ഗുണിക്കണം 5 ഉണ്ട്, 8 ഗുണിക്കണം 3 ഉണ്ട്, 5 ഗുണിക്കണം 3 ഉണ്ട്, 4 ഗുണിക്കണം 6 ഉണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുണനവസ്തുതകൾ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടൂ. 7 ഗുണിക്കണം 3 എത്രയാണ്? നമ്മൾ 3ൻ്റെ ഗുണനവസ്തുതകളുള്ള പാട്ടൊന്ന് ചൊല്ലി നോക്കണേ. 1 3 3 2 3 6 3 3 9 4 3 12 5 3 15 6 3 18 7 3 21 8 3 24 9 3 27 10 3 30. ഇവിടെ 24 നമ്മൾ 3ൻ്റെ ഗുണനപ്പട്ടിക ചെല്ലിയപ്പോൾ 8 ഗുണിക്കണം 3 24. അപ്പോൾ 8 ഗുണിക്കണം 3 നമ്മൾ എന്ത് ചെയ്യണം? നിറം നൽകണേ. ഇനി 4ൻ്റെത് നോക്കാം. 6 ഗുണിക്കണം 4 24 ആണോ? 4ൻ്റെ ഗുണനപ്പട്ടിക ഗുണനപ്പാട്ട് രൂപത്തിലൊന്ന് പാടി നോക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. 6 4 24. ഇങ്ങനെ ഗുണനം രസകരമായിട്ട് നിങ്ങൾ കൈകൊട്ടിപ്പാട്ടിൻ്റെ ഈണത്തിലോ ഒപ്പനപ്പാട്ടിൻ്റെ ഈണത്തിലോ താളാത്മകമായിട്ട് പാടിക്കൊണ്ട് നിങ്ങളൊരു കളി രൂപത്തിലങ്ങ് പഠിച്ചാൽ സിമ്പിളായിട്ട് കിട്ടും. 3 ഗുണിക്കണം 5 നമുക്കറിയാം 15 ആണ്. 5 ഗുണിക്കണം 3 15 ആണ്. 6ൻ്റെതൊന്ന് നോക്കാം. 4 ഗുണിക്കണം 6 24 ആണോ? 1 6 2 6 12 3 6 18 4 6 24. 24 ആണ്. അപ്പോൾ അതിനും നമുക്ക് നിറം നൽകാം. 6 ഗുണിക്കണം 4 4 ഗുണിക്കണം 6 8 ഗുണിക്കണം 3. ആ 3 ഇതളുകൾക്ക് നമുക്ക് നിറം നൽകിയാൽ എ ഗ്രേഡ് കിട്ടി നമുക്ക്. ഇനി മക്കളെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. സമയചക്രം എന്ന പാഠഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യ ടേമിലുള്ള പാഠഭാഗമാണെങ്കിൽ പോലും പലപ്പോഴും ഹാഫ് ഇയർലി എക്സാമിനും ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ പ്രവർത്തനമാണ് സമയം കണ്ടെത്തുക എന്നത്. അനു ഗണിതമേളയിൽ മോഡൽ നിർമ്മാണ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. മത്സരം ആരംഭിച്ചത് 9:30. കളത്തിൽ സമയത്തിനനുസരിച്ച് ക്ലോക്കിൽ സൂചികൾ വരച്ച് ചേർക്കുക. ക്ലോക്കിൽ എത്ര സൂചിയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ. പ്രധാനമായിട്ടുള്ളത് 3 സൂചികളുണ്ട്. ആ സൂചികൾ സാറൊന്ന് പറയാം. നിങ്ങൾ വീട്ടിലെ ക്ലോക്കിലേക്ക് നോക്കണേ. നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ സൂചികളാണ്. സൂചികൾക്കൊരു പേരുണ്ട്. സാറ് പറയാം. നല്ല തടിച്ചിട്ട് വലിയ നീളമൊന്നുമില്ലാത്ത ഒരു കുള്ളൻ സൂചിയുണ്ട്. തടിച്ച് നീളം കൂടിയ സൂചിയെ മണിക്കൂർ സൂചി എന്നും. എന്നാൽ തടിയുണ്ട്, പക്ഷെ നീളം കുറച്ച് കൂടുതലാണ്. തടിച്ച് നീളം കൂടിയ സൂചി ഏത് സൂചിയാണ്? തടിച്ച് നീളം കൂടിയ സൂചി മിനുട്ട് സൂചി. എന്നാൽ മെലിഞ്ഞ് നീർക്കോലി പോലെ അങ്ങനെ എപ്പോഴും ഓട്ടക്കാരനാണ്, ഓടി ഓടി മെലിഞ്ഞു പോയതാണ്. അങ്ങനെ ഒരു സൂചിയുണ്ട്. അതേതാ സൂചി?
ആ സെക്കൻഡ് സൂചി. നമുക്കിവിടെ സമയം കൃത്യതപ്പെടുത്താൻ 9:30 പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് സൂചിയുടെ ആവശ്യമില്ല. നമുക്ക് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും മതി. മണിക്കൂർ സൂചി എന്ന് പറയുമ്പോൾ തടിച്ച് നീളം കുറഞ്ഞ ആളാണ് എന്ന് ഓർക്കണം. മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ തടിയൊക്കെ ഉണ്ട്, മണിക്കൂർ സൂചിൻ്റെ അത്ര തടിയില്ല, എന്നാൽ തടിയുള്ള ആൾ തന്നെയാണ്, തടിച്ച് നീളം കൂടിയതാണ്. ആ രണ്ട് സൂചിയാണ് നമുക്ക് ആവശ്യമുള്ളത്. എപ്പോഴും നമ്മൾ 9:30 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടാവും, മണിക്കൂർ സൂചി 9 തന്നെയാണോ വേണ്ടിയതെന്ന്. ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. 9 നിന്ന് കുറച്ച് 9ൻ്റെയും 10ൻ്റെയും സെൻട്രലായിട്ട് വരും, നടുക്കായിട്ട് വരും ആര്? മണിക്കൂർ സൂചി. എന്നാൽ മിനിറ്റ് സൂചിയോ 9:30 എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. 9:30 ആയതുകൊണ്ട് നമ്മുടെ മിനിറ്റ് സൂചി 6ലേക്ക് നേരെ വരണം. 9:30 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 9ൻ്റെയും 10ൻ്റെയും സെൻട്രലാണ് വേണ്ടത്, നടുക്കായിട്ടാണ് വേണ്ടത്. എന്നാൽ മിനിറ്റ് സൂചി 6ൻ്റെ നേരെയാണ് വരേണ്ടത്. അങ്ങനെ നിങ്ങൾ സൂചി വരച്ചാൽ നിങ്ങൾക്ക് ഒരു സ്കോറായിട്ടോ. ഇനി ബി, അനുനിർമ്മാണം പൂർത്തിയാക്കിയ സമയം ക്ലോക്കിൽ നോക്കി കളത്തിൽ എഴുതുക. ഇവിടെ മണിക്കൂർ സൂചി ഉള്ളത് 11ൻ്റെയും 12ൻ്റെയും കറക്റ്റ് സെൻട്രലല്ല, ഇടയിലാണ്. പക്ഷേ 12നോട് ചേർന്നാണുള്ളത്. ചെറിയ ചെറിയ വരകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 12ൻ്റെ ചെറിയ 2 വര മുമ്പാണ് കാണുന്നത്. എന്നാലും മിനിറ്റ് സൂചി, ആ തടിച്ച് നീളം കൂടിയ സൂചി കറക്റ്റ് 8ലുമാണ്. അപ്പോൾ നമ്മൾ സമയം എങ്ങനെയാണ് നോക്കുക? ഇങ്ങനെ 11ൻ്റെയും 12ൻ്റെയും ഇടയിലാകുമ്പോൾ, ഏത് സംഖ്യയുടെയും ഏത് 2 സംഖ്യകളുടെയും ഇടയിലാകുമ്പോൾ നമ്മൾ സമയം പറയേണ്ടത് മണിക്കൂർ സൂചി ഏതെങ്കിലും 2 സംഖ്യകളുടെ ഇടയിലാകുന്ന സമയത്ത് ആ ചെറിയ മണിക്കൂറിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, ചെറിയ സംഖ്യയെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഒരിക്കൽ കൂടി സാറ് പറയാമേ, നിങ്ങളോട് സമയം പറയുമ്പോൾ സമയം എത്ര എന്ന് ചോദിക്കുമ്പോൾ 2 സംഖ്യകളുടെ ഇടയിലാണ് മണിക്കൂർ സൂചി എങ്കിൽ ചെറിയ സംഖ്യയെയാണ് നിങ്ങൾ സമയം നോക്കുമ്പോൾ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 11നും 12നും ഇടയിലാണ് മണിക്കൂർ സൂചി ആയതുകൊണ്ട് 11ലും 12ലും വെച്ചിട്ട് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 11. അപ്പം നമ്മൾ 11 എന്ന് ആദ്യം എഴുതണം. മിനിറ്റ് സൂചി എവിടെയാണുള്ളത്? 8ന് നേരെ. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ മിനിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് 5ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കിയാൽ മതി. നമുക്കറിയാം ഓരോന്നിനും ഇടയിൽ 5 മിനിറ്റുകളാണ് നമുക്കറിയാം. 1 5 5, 2 5 10, 3 5 15, 4 5 20, 5 5 25, 6 5 30, 7 5 35, 8 5 40. അതുകൊണ്ട് 8ലാണ് നമ്മുടെ മിനിറ്റ് സൂചിയുള്ളത്. അതുകൊണ്ട് 8 5 40. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മണിക്കൂർ സൂചി 2 നമ്പറിന് ഇടയിലാകുമ്പോൾ ഏറ്റവും ചെറിയ നമ്പറിനെയാണ് നമ്മൾ സമയം നോക്കുമ്പോൾ പരിഗണിക്കേണ്ടത്. 11 40, 8 5 40, 11 40. അതായത് 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയി. ഇനി കൂട്ടുകാരോട് സമയം തെറ്റിപ്പോകരുതേ. ഇനി നമുക്ക്
സി ഉപചോദ്യത്തിലേക്ക് കടക്കാം. നിർമ്മാണം പൂർത്തിയാക്കാൻ അനു എത്ര സമയം എടുത്തു എന്നതാണ് ചോദ്യം. അതായത് 9:30 ആരംഭിച്ചു. നമ്മുടെ മത്സരം ആരംഭിച്ചത് 9:30 എന്നാൽ അനു നിർമ്മാണം പൂർത്തിയാക്കിയത് 11:40 ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ അനു എത്ര സമയം എടുത്തു എന്നതാണ് ചോദ്യം. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന സമയത്ത് ചോദ്യം 1, 2, 3 തവണ വായിച്ച് ഉറപ്പുവരുത്തണം. എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ എന്ത് ക്രിയയാണ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പുവരുത്തിയാലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൃത്യമായ മാർക്ക് നേടാൻ കഴിയൂ. മാത്സിലൊരു കാര്യമുണ്ട്, പെട്ടെന്ന് സ്കോർ ചെയ്യാനും പറ്റും, തെറ്റിപ്പോയാൽ സ്കോർ മൊത്തം പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് 2 രീതിയിലൂടെ ഗണിതം ഈ പ്രശ്നം പരിഹരിക്കാം. അതായത് മത്സരം ആരംഭിച്ചത് 9:30 അനു നിർമ്മാണം പൂർത്തിയാക്കിയ സമയം 11:40 അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് 9:30 മുതൽ 10:30 വരെ 1 മണിക്കൂർ, 10:30 മുതൽ 11:30 വരെ 2 മണിക്കൂർ, 11:30 നിന്ന് 11:40 എത്ര മിനിറ്റാണ് ഉള്ളത്? 10 മിനിറ്റ്. അപ്പോൾ 2 മണിക്കൂറും 10 മിനിറ്റുമാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ അനു എടുത്ത സമയം. ഈ രീതിയിലും ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 9:30 മുതൽ തൊട്ടടുത്ത മണിക്കൂർ വരെ, അതായത് 9:30 തൊട്ടടുത്ത മണിക്കൂർ 10 മണിയാണ്, അതിലേക്ക് എത്ര മിനിറ്റ് സമയമെടുത്തു? 30 മിനിറ്റ്. എന്നിട്ട് 10 മണിയിൽ നിന്ന് 11 മണിയിലേക്ക് എത്ര സമയമെടുത്തു? 1 മണിക്കൂർ. വളരെ സിമ്പിളാണല്ലോ. 11 മണിയിൽ നിന്ന് നമ്മുടെ 11:40 എത്ര സമയമുണ്ട്? 40 മിനിറ്റ്. ഇങ്ങനെ നോക്കിയിട്ട് മിനിറ്റുകൾ പരസ്പരം കൂട്ടുക, മണിക്കൂർ എഴുതുക. 30ഉം 40ഉം കൂട്ടിയാൽ 70 മിനിറ്റ് എന്ന് കിട്ടും. 70 മിനിറ്റ് എന്ന് പറയുമോ? എത്ര മിനിറ്റ് ചേർന്നാൽ മണിക്കൂറാകും? നമ്മൾ പഠിച്ചിട്ടുണ്ട് 60 മിനിറ്റ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് സമയചക്രം എന്ന പാഠത്തെക്കുറിച്ച് നമ്മൾ LSSുമായി ബന്ധപ്പെട്ട് LSS സീരീസിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ വിശദമായി അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ ചാനലിൽ പോയിട്ട് കാണണം. അപ്പോൾ 60 മിനിറ്റ് ചേർന്നാൽ 1 മണിക്കൂറാകും. നേരത്തെ നമുക്കറിയാം 1 മണിക്കൂർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 1 മണിക്കൂറിനോട് ഈ 1 മണിക്കൂർ കൂടി കൂട്ടിയാൽ 2 മണിക്കൂർ. 70-ൽ 60 മിനിറ്റ് മാറ്റിയാണ് നമ്മൾ 1 മണിക്കൂർ ആക്കിയത്. അതിൻ്റെ ബാക്കി 70-ൽ നിന്ന് 60 കുറച്ചാൽ 10 ഉണ്ടല്ലോ, 10 മിനിറ്റ്. അങ്ങനെ 2 മണിക്കൂറും 10 മിനിറ്റ് എന്നും ഉത്തരം കിട്ടും. ഈ 2 രീതികളിലൂടെയും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. ഇതിൻ്റെ ഡി ചോദ്യത്തിലേക്ക് കടക്കാം നമുക്കിനി. 9:30 ആരംഭിച്ച മത്സരം 3 മണിക്കൂർ കഴിഞ്ഞ് അവസാനിച്ചുവെങ്കിൽ മത്സരം അവസാനിച്ച സമയം എഴുതുക. വളരെ സിമ്പിളാണിത്. 9:30 നിന്ന് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 10:30, 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 11:30, 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കൂടിയും കൂട്ടുക. എത്രയാണ്? 12:30. 9:30 കൂട്ടണം 3, 12:30. നിങ്ങൾ കയ്യിൽ കൂട്ടി നോക്കിയാൽ മതി. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 10:30, 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 11:30, 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കൂടി കൂട്ടി 12:30 അവസാനിക്കുന്നത്. ഈ സമയം ക്ലോക്കിൽ സൂചികൾ വരച്ച് കാണിക്കുക. നമ്മൾ പറഞ്ഞു 12:30 എന്ന് പറയുമ്പോൾ
മണിക്കൂർ സൂചി തടിച്ച് നീളം കുറഞ്ഞ സൂചി മണിക്കൂർ സൂചി എന്നാ പറയാം. 12:30 ആയതുകൊണ്ട് 12ൻ്റെയും 1ൻ്റെയും കറക്റ്റ് സെൻറ്ററിലാണ് വരേണ്ടത്. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി തടിച്ച് നീളം കൂടിയ ആളാണേ മിനിറ്റ് സൂചി. ആ മിനിറ്റ് സൂചിനെ നമ്മൾ ഗുണനപ്പട്ടിക 5ൻ്റെ ഗുണനപ്പട്ടികയാണ് ചൊല്ലേണ്ടത്. 6 അഞ്ചുകൾ ചേർന്നാണ് 30. അപ്പോൾ കറക്റ്റ് 6ന് നേരെ മിനിറ്റ് സൂചി വരച്ച് കൊടുക്കണേ. അപ്പോൾ ഉത്തരം ശരിയായി. ഈ പ്രവർത്തനത്തിന് നമുക്ക് മുഴുവൻ സ്കോറും ചെയ്ത് സ്കോറും നേടി. ഇത്തരത്തിലുള്ള പ്രവർത്തനം വന്നാൽ A ഗ്രേഡ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയും, ഉറപ്പാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു പ്രവർത്തനം നോക്കാം. കലാമേള. സ്കൂൾ കലോത്സവത്തിൽ ആതിരയും കൂട്ടുകാരും നൃത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ആതിര അമ്മയോടൊപ്പം കടയിലെത്തി. നൃത്ത മത്സരത്തിൻ്റെ കിരീടത്തിന് 10 രൂപ, മാല 4 രൂപ, വള 8 രൂപ, കമ്മലിന് 6 രൂപ, പൊട്ടിന് 5 രൂപ എന്നിങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ വില വിവര പട്ടിക നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. വാങ്ങിയ സാധനങ്ങളുടെ വില വിവര പട്ടിക നോക്കി വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് ചുവടെ തന്നിരിക്കുന്നു. കടയിൽ പ്രദർശിപ്പിച്ച വില നോക്കി ബില്ല് പൂർത്തിയാക്കുക എന്ന ജോലിയാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത്. മുത്തുമാല 7 എണ്ണം വാങ്ങി. ഒന്നിൻ്റെ വില എത്രയാണ്? 4 ആണ്. അപ്പം നമുക്ക് എന്ത് ക്രിയ ചെയ്തിട്ടാണ് 28 കിട്ടിയത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതേപോലെ കമ്മൽ സെറ്റിന് എത്രയാണ് വില എന്നവിടെയുണ്ട്. 2 എണ്ണം ചേർന്ന് ജോഡിയായിട്ട് കൊടുത്തിട്ടുണ്ട്. 6 രൂപയാണ്. അവിടെ വാങ്ങിയിട്ടുള്ളത് 5 എണ്ണമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? എന്ത് ക്രിയ ചെയ്യുക? മിടുക്കർക്ക് അറിയാലല്ലേ. 5 ഗുണിക്കണം 6 = 30. അപ്പം കിരീടം 2 എണ്ണ വാങ്ങിയത്. വില വിവര പട്ടികയിൽ നോക്കിയേ, കിരീടത്തിന് എത്രയാണ്? 10 രൂപയാണ്. 2 എണ്ണം വാങ്ങി. അപ്പം 2 ഗുണിക്കണം 10. സാറ് നേരത്തെ പറഞ്ഞിരുന്നു 10 കൊണ്ട് ഗുണിക്കാൻ എളുപ്പവഴിയുണ്ട്. ആ സംഖ്യയുടെ വലതുഭാഗത്ത് ഒരു 0 ചേർത്താൽ മതി. 2ൻ്റെ വലതുഭാഗത്ത് ഒരു 0 ചേർത്താൽ 20. പിന്നെ വാങ്ങിയതോ വളയാണ് 2 എണ്ണം. വളയ്ക്ക് എത്ര അവിടെ വില പറഞ്ഞത്? 8 രൂപ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 ഗുണിക്കണം 8 = 16. ഇനി നമ്മൾ ബില്ലിൽ ആകെ കാണണ്ടേ? ആകെ കാണാൻ എന്താ ചെയ്യുക? നമ്മുടെ വില ഓരോന്നിൻ്റെയും ഓരോ ഇനത്തിൻ്റെയും വിലകൾ കൂട്ടി നോക്കിയാൽ മതി. നമുക്ക് കൂട്ടി നോക്കിയാലോ. 28, 30, 20, 16 ഇവ കൂട്ടിയാൽ 94 എന്ന് ഉത്തരം കിട്ടും. ഇനി നമുക്ക് കലണ്ടറിലെ ഗണിതം എന്ന പ്രവർത്തനത്തിലേക്ക് കടക്കാം. 2022 നവംബർ മാസത്തെ കലണ്ടറിലെ ഒരു ഭാഗമാണ് താഴെ കാണുന്നത്. ആദ്യത്തെ ബുധനാഴ്ച 2-ാം തീയതിയാണ്. മറ്റു ബുധനാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ് വരുന്നത് എന്നതാണ് ചോദ്യം. അത് നിങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. ബുധനാഴ്ചയിലെ തീയതികൾ, മറ്റു ബുധനാഴ്ചകൾ ഏതൊക്കെ തീയതിയാണ് വരിക എന്നതാണ് ചോദ്യം. നമുക്കറിയാം ആഴ്ചയിൽ എത്ര ദിവസമാണ് ഉള്ളത്?
എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടാകും? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അങ്ങനെ 7 ദിവസം. അപ്പം നമുക്കറിയാം, ഒരു ദിവസം കഴിഞ്ഞ് ആ ഡേറ്റ് കഴിഞ്ഞ് 7 ദിവസം കൂടുമ്പോൾ ആണ് അതേ ദിവസം വരുന്നത്. അപ്പം നമുക്കറിയാം, ഒരു പാറ്റേൺ രൂപത്തിലാണ് സെയിം ദിവസങ്ങൾ വരുന്നത്, ഒരേ ദിവസങ്ങൾ വരുന്നത്. അപ്പം 2നോട് 7 കൂടിയ സംഖ്യയായിരിക്കും അടുത്ത ബുധനാഴ്ച. അപ്പം 2ഉം 7ഉം കൂടിയ എത്രയാ? മക്കൾ പറയണേ. സാറ് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, മനസ്സിലോർത്ത് കമൻറ്റ് ചെയ്യാം. 2നോട് 7 കൂടിയാൽ 9, 9നോട് വീണ്ടും 7 കൂടിയാലോ 16, 16നോട് വീണ്ടും 7 കൂടിയാലോ 23, 23നോട് വീണ്ടും 7 കൂടിയാലോ 30. ആഹാ, മിടുക്കരാണല്ലോ. നിങ്ങളെല്ലാവർക്കും അറിയാം, 2, 9, 16, 23, 30 ഈ തീയതികളൊക്കെ നമുക്കറിയാം ബുധനാഴ്ചകളിലായിരിക്കും. ഇനി ബി, കലണ്ടറിലെ ഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മറ്റു തീയതികൾ കൂടി കണ്ടെത്തി എഴുതുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. നടുക്കുള്ള സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 18. നമുക്കറിയാം, മുകളിലോട്ടെപ്പോഴും കലണ്ടർ തരുന്ന സമയത്ത് മുകളിലോട്ടെപ്പോഴും നമ്മൾ പറഞ്ഞു താഴോട്ടിങ്ങനെ വരുമ്പോൾ 7 കൂടി വരികയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ബുധനാഴ്ച 2 ഏറ്റവും മുകളിലാണ് നൽകിയത്. അതിൻ്റെ താഴത്തത് 2നോട് 7 കൂടി 9 ആയിരുന്നു. എന്നാൽ ഇവിടെ മുകളിലെ സംഖ്യ കണ്ടെത്താൻ 18ൽ നിന്നും 7 കുറയ്ക്കണം. 18ൽ നിന്ന് 7 കുറച്ചാൽ എത്രയാ? നിങ്ങൾക്ക് കുറച്ച് നോക്കട്ടോ. 8ൽ നിന്ന് 7 കുറച്ചാൽ 1, 1 നിന്ന് 0 കുറച്ചാൽ 1, 11. അപ്പോൾ 11ആണ്. 11ഉം 7ഉം 18. ശരിയാണ്. ഇനി താഴെയുള്ളത് കാണാൻ 18നോട് 7 കൂട്ടണം. 18ഉം 7ഉം കൂട്ടിയാൽ എത്രയാ? 25. പിന്നെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുള്ള സുഖാണ്. വലതു ഭാഗത്തേക്ക് 1 കൂടും 19, ഇടതു ഭാഗത്തേക്കാവുമ്പോൾ 1 കുറയും 17. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യമാണ്. ഇനി 2022 നവംബർ 15 മുതൽ 18 വരെയാണ് കലാമേള നടക്കുന്നത്. കലാമേള എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം 15 മുതൽ 18 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതി നോക്കാം. 15, 16, 17, 18. അപ്പോൾ നമുക്കറിയാം 4 ദിവസമാണ്. പക്ഷേ നമുക്ക് ചിലപ്പം വലിയ ചില മുതൽ വരെ, ഇത്ര മുതൽ ഇത്ര വരെ എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ചില ലൈബ്രറി പുസ്തകങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ ചില അഡ്മിഷൻ നമ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എഴുതി നോക്കൽ അസാധ്യമായിരിക്കും. അപ്പോൾ വരെ എന്നുള്ള ചോദ്യത്തിൽ നിന്ന്, വരെ എന്നുള്ള നമ്പറിൽ നിന്ന് മുതൽ എന്ന നമ്പർ കുറയ്ക്കുക. അതായത് 15 മുതൽ 18 വരെ എന്ന് പറയുമ്പോൾ 18ൽ നിന്ന് 15 കുറച്ച് കിട്ടുന്ന ഉത്തരത്തോട് 1 കൂട്ടിയാൽ അവിടെ എത്ര ദിവസമുണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പറുകളുണ്ട്, എത്ര ആളുകളുണ്ട്, എത്ര പുസ്തകങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് വരെ എന്നുള്ള നമ്പറിൽ നിന്ന് മുതൽ എന്ന നമ്പർ കുറച്ച് കിട്ടുന്ന ഉത്തരത്തോട് 1 കൂട്ടിയാൽ മതി. അതായത് 18ൽ നിന്ന് 15 കുറച്ചു, ഉത്തരം 3 കിട്ടി. അതിനോട് നമുക്ക്
1 കൂട്ടിയാൽ 4. ആകെ ദിവസങ്ങൾ അപ്പോൾ കലാമേള നടന്ന ദിവസങ്ങൾ 4ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുക്കളത്തോട്ടം. സ്കൂളിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയാണ്. അതിന് കൃഷിഭവനിൽ നിന്നും പച്ചക്കറി വിത്തുകൾ കൊണ്ടുവന്നു. ഓരോ പാക്കറ്റിലെയും വിത്തുകളുടെ എണ്ണം ചിത്രത്തിൽ ഉണ്ട്. ഏതിനം വിത്തുകളാണ് കൂടുതൽ ഉള്ളത് എന്ന് കണ്ടെത്തി എഴുതുക. നമുക്ക് നോക്കാം. പടവലത്തിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എത്ര വിത്തുകളുണ്ട്. ഒന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6 പടവലത്തിൻ്റെ വിത്താണ് ഒരു പാക്കറ്റിലുള്ളത്. പാക്കറ്റുകളുടെ എണ്ണം 7ആണ്. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം അതാ നമ്മൾ ചിത്രത്തിൽ നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. 6. ആകെ വിത്തോ? അപ്പം നമ്മൾ ഗുണനവസ്തുത ഓർക്കണം. 6 ഗുണിക്കണം 7 അല്ലെ 7 ഗുണിക്കണം 6. 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30, 6 6 36, 7 6 42. ആകെ 42 വിത്തുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി മത്തൻ നോക്കിയാലോ? മത്തൻ്റെ വിത്തുകളുടെ എണ്ണം 1 2 3 4 5 6 7. ഒരു പാക്കറ്റിൽ 7 വിത്തുകളാണ് ഉള്ളത്. ആകെ വിത്തുകളുടെ എണ്ണം കാണാൻ പാക്കറ്റുകളുടെ എണ്ണം കൊണ്ട് ഗുണിക്കണം. 7 ഗുണിക്കണം 6. 1 6 6 അല്ലെങ്കിൽ 6 ഗുണിക്കണം 7 പറ്റും. 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30, 6 6 36, 7 6 42. 42 വിത്തുകളുണ്ട് മത്തൻ. ഓരോന്നും നമ്മൾ എഴുതി വെക്കണേ. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിയകൾ ചെയ്ത് എഴുതി വെക്കണം. ഇനി പാവലിൻ്റെ വിത്തുകളുടെ എണ്ണം ഒന്ന് എണ്ണി നോക്കാം. 10 വിത്തുകളാണ് ഒരു പാക്കറ്റിൽ ഉള്ളത്. നിങ്ങൾ ആ വിത്തുകളുടെ ഫോട്ടോ ഒന്ന് നോക്കി ചിത്രം നോക്കി എണ്ണണേ. അപ്പോൾ 10 വിത്തുകളാണ് ഒരു പാക്കറ്റിൽ പാവൽ ഉള്ളത്. എങ്കിൽ പാക്കറ്റുകളുടെ എണ്ണം 13ആണ്. അപ്പം 10 ഗുണിക്കണം 13. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ സംഖ്യയുടെ വലത് ഭാഗത്ത് ഒരു 0 ചേർത്താൽ മതി. അപ്പോൾ 13ൻ്റെ വലത് ഭാഗത്ത് ഒരു 0 ചേർത്താൽ 130. ഇനി നമുക്ക് പയറിൻ്റെ എണ്ണം നോക്കാം. പാക്കറ്റിൻ്റെ എണ്ണവും അവിടെ നമുക്ക് നൽകിയിട്ടില്ല. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം ചിത്രത്തിലുണ്ട്. 5 വിത്തുകളാണ് പയർ വിത്തുകൾ ഉള്ളത്. അപ്പം പാക്കറ്റിൻ്റെ എണ്ണം നമ്മൾ എണ്ണിയിട്ട് അതിനോട് ഗുണിക്കണം. പാക്കറ്റുകൾ നമുക്കൊന്ന് എണ്ണിയാലോ? 11 പാക്കറ്റുകളാണ് ഉള്ളത്. പാക്കറ്റിൻ്റെ എണ്ണം 11. ഒരു പാക്കറ്റിലെ വിത്തുകളുടെ എണ്ണം 5. അപ്പം 11 ഗുണിക്കണം 5 സമം 55 വിത്തുകളാണ് ഉള്ളത്. ഏതിനം വിത്തുകളാണ് കൂടുതലുള്ളത്? നമുക്കറിയാം പാവലാണ് അല്ലേ. പാവൽ എത്ര എണ്ണമായിരുന്നു? 130. ബാക്കിയൊക്കെ പയർ 55ആണ്, മത്തൻ 42ആണ്, പടവലവും 42ആണ്. അപ്പോൾ ഏതിനം വിത്തുകളാണ് കൂടുതൽ? പാവലാണ്. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം. സ്കൂൾ വാർഷികത്തിനു വേണ്ടി കസേരകൾ നിരത്തിയിടുന്നത് 3ാം ക്ലാസ്സുകാരാണ്. അവിടെ ഇങ്ങനെ ചിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും. 5 വരികളിലായി കസേരകൾ നിരത്തി. ഒരു വരിയിൽ 6 കസേര വീതമുണ്ട്. ഇപ്പോൾ എത്ര കസേരകൾ നിരത്തി?
5 വരിയുണ്ട്, ഒരു വരിയിൽ 6 കസേര. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 വരിയുണ്ട്, ഒരു വരിയിൽ 6. 6 കൂട്ടണം, 6 കൂട്ടണം, 6 കൂട്ടണം, അങ്ങനെ 5 പ്രാവശ്യം എഴുതി കൂട്ടുകയാണോ? അതിന് പകരം നമ്മൾ എന്തോന്ന് പറഞ്ഞല്ലോ? ഗുണനം. 6 ഗുണിക്കണം 5 സമം 30. അപ്പം ഉത്തരം നമുക്ക് കിട്ടി. ഇനി എല്ലാ കുട്ടികൾക്കും കസേര തികയാത്തതിനാൽ 6 കസേര വീതം 4 വരികളിൽ കൂടി നിരത്തി. നേരത്തെ ഇട്ടതിന് പുറമെയായിട്ട് എല്ലാ കുട്ടികൾക്കും കസേര തികയാത്തതിനാൽ 6 കസേര വീതം 4 വരികളിൽ കൂടി നിരത്തി. പുതിയതായി എത്ര കസേരകളാണ് നിരത്തിയത്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 6 കസേര വീതം 4 വരി. അപ്പം 6 ഗുണിക്കണം 4 സമം 24. പുതുതായി എത്ര കസേരകളാണ് നിരത്തിയത്? 24 കസേര. ഇപ്പോൾ ആകെ എത്ര വരികളിൽ കസേരകളുണ്ട്? നേരത്തെ 5 വരികളിൽ കസേരകൾ നിരത്തിക്ക്. പിന്നീട് എത്ര വരിയാണ്? 4 വരികളിൽ കൂടി നിരത്തി. അപ്പം വരികളുടെ എണ്ണം 5 കൂട്ടണം 4, 9 വരികളിലെ ആകെ എത്ര കസേരകളുണ്ട്? നമ്മൾ കസേരകളുടെ എണ്ണം 30 നേരത്തെ കണ്ടെത്തി. പിന്നെ രണ്ടാമതിട്ട് 24, 30ഉം 24ഉം 54 കസേരകൾ ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇതോടെ നമ്മൾ ഈ ഗണിതം ചോദ്യപേപ്പറിലുള്ള 6 ചോദ്യങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി. വളരെ എളുപ്പത്തിൽ ഈ ചോദ്യപേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഗുണന വസ്തുതകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല മാർക്ക് ഗ്രേഡ് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം A to Z GK World. Bye. See you.